കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി രാജ്യതലസ്ഥാനത്തെ ജനങ്ങൾക്ക് കാഴ്ചയൊരുക്കി അവിടെ സാംസ്കാരിക പൈതൃകോത്സവം നടക്കുകയാണ്. ഇന്നലെ രാജാ രവിവർമ്മയുടെ ഗാലക്സി ഓഫ് മ്യൂസിഷ്യൻസ് എന്ന ചിത്രത്തെ ആസ്പദമാക്കിയുള്ള ഒരു നൃത്തശില്പമാണ് വിരുന്നൊരുക്കിയത്. ചിത്രകാരന്റെ മനസ്സും ശരീരവും വേദിയിലേക്ക് എത്തി. ചിത്രത്തിന് ജന്മം നൽകുന്നതിന് മുമ്പ് ചിത്രകാരൻ തന്റെ മനോരാജ്യ മണ്ഡലത്തിൽ നടത്തുന്ന യാത്ര. ക്യാൻവാസിലാക്കുവാനുള്ള ജീവിതങ്ങളെ കണ്ടു, വൈവിധ്യങ്ങളെ അറിഞ്ഞു. വൈവിധ്യങ്ങൾ ഒന്നു ചേർന്നപ്പോൾ മനോഹര ചിത്രം പിറന്നു. രാജാ രവിവർമ്മയുടെ ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് എന്ന ചിത്രത്തിന്റെ പിറവി നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിലൂന്നിയായിരുന്നു അവതരണം. ഇന്ത്യ എന്നുള്ള സങ്കല്പം തന്നെയാണ്, അതായത് ഇന്ത്യയുടെ ഡൈവേഴ്സിറ്റി ഇൻ യൂണിറ്റി എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് തന്നെയാണ് ഈ പെയിന്റിങ്ങിലൂടെ, അതായത് ആർട്ടിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. വാദ്യോപകരണങ്ങളുമായി ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളെയും ഒരു വിദേശ വനിതയുമാണ് രവിവർമ്മ തന്റെ ക്യാൻവാസിൽ പകർത്തിയിട്ടുള്ളത്. എല്ലാവരും ജീവനുള്ള കഥാപാത്രങ്ങളായി വേദിയിലെത്തി. ആസ്വാദക ഹൃദയങ്ങളെ ആവേശത്തിലാക്കി പശ്ചാത്തല സംഗീതവും ചടുലമായ നൃത്തനാട്യ ചുവടുകളും. ഒടുവിൽ മനോഹരമായ നിശ്ചല ദൃശ്യം. ചിത്രകലയുടെ കുലപതിക്ക് ആദരമർപ്പിച്ചും ദേശീയത ഉയർത്തിപ്പിടിച്ചും തൃശൂർ കഥകളി സ്കൂളാണ് ഗാലക്സി ഓഫ് മ്യൂസീഷ്യൻസ് അവതരിപ്പിച്ചത്. ഇന്ത്യൻ ചിത്രകലയെ ലോകത്തിന്റെ ക്യാൻവാസിലെത്തിച്ച അനശ്വര ചിത്രകാരന്റെ ചിത്രത്തിലൂടെ വൈവിധ്യങ്ങളെല്ലാം ഒന്നു ചേർന്ന് രാജ്യം പൂർണ്ണമാകുന്നത് വ്യക്തമാക്കുകയാണ് ഈ മനോഹര ആവിഷ്കാരം. ഡൽഹിയിൽ നിന്നും ക്യാമറമാൻ വിഷ്ണു മണക്കാടിനൊപ്പം മെൽബിൻ മാത്യു, മനോരമ ന്യൂസ്.